ശ്രീമതി സരിത പറഞ്ഞത് എന്താ? മദ്യപിച്ച് ലക്കിട്ട് വീടിനുള്ളിലേക്ക് കയറി വന്ന് വീട്ടിലെ ജോലിക്കാരെ പോലും കാണേ, വാഹനം ഓടിക്കുന്നവർ പോലും കാണേ അതിക്രൂരമായി തലയ്ക്കടിക്കുകയും ഭിത്തിയിൽ പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്യുന്നു പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ തന്നെ ഉപദ്രവിച്ചാണ് ഇദ്ദേഹം പഠിച്ചു തുടങ്ങിയത് എന്ന് വേണം പറയാൻ. ഈ സരിത പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലുകളെല്ലാം കേരളീയ പൊതുസമൂഹത്തിൽ നിലനിൽക്കെ തന്നെയാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കൊല്ലത്ത് ശ്രീ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രയോ വിവാദങ്ങൾക്ക് മുഖ്യകക്ഷിയായി നിന്ന ശ്രീ മുകേഷ്, ആ മുകേഷിനെ പ്രേമചന്ദ്രനെ പോലെ രാജ്യം കണ്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയനെതിരെ മത്സരിപ്പിക്കാൻ CPM കാണിച്ച ചങ്കൂറ്റം അപാരം തന്നെ. ഇവിടെ ശ്രീ സുഭാഷ് സൂചിപ്പിച്ചു, CPM ആണ് യഥാർത്ഥത്തിൽ ഈ കുറ്റവാളിക്ക് കുടപിടിക്കുന്നത്. CPM-ന്റെ മൗനം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഉടഞ്ഞു വീഴുമെന്ന് RYF പറയുന്നു. ശ്രീ മുകേഷിന് എല്ലാ പിന്തുണയും കൊടുക്കുമെന്നാണ് ഇന്നലെ ചേർന്ന് അവരുടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് പുറത്തു വന്നത്. അപ്പോൾ CPM ഈ മുകേഷ് നടത്തിയിട്ടുള്ള, ഈ കൊല്ലത്തിന്റെ MLA നടത്തിയിട്ടുള്ള അനാശാസ്യ പ്രവർത്തനത്തിന്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, വിധ്വംസക പ്രവർത്തനങ്ങൾക്കെല്ലാം CPM ആണ് മൗനാനുവാദം നൽകുന്നതെന്നത് അവരുടെ ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തു വന്നപ്പോൾ തന്നെ അവരുടെ നേതാക്കൾ പ്രഖ്യാപിച്ചു. അപ്പോ മുകേഷും ഒപ്പം കൊല്ലത്തെ CPM-ഉം ഈ വിഷയത്തിൽ പ്രതികളാ. സഖാവ് N. ശ്രീധരനും സഖാവ് PK ഗുരുദാസനും ഒക്കെ നയിച്ച കൊല്ലത്തെ CPM ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? രാജ ഡോക്ടറേറ്റ് കിട്ടിയവരും M. മുകേഷിനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരും ഒക്കെയാണ് ഇന്ന് കൊല്ലത്ത് CPM-നെ നയിക്കുന്നത്. അവർ കൊത്താശ പാടാതെ ഇവർക്ക് പിന്നെ പുറകാൻ പറ്റും. കൊല്ലത്തുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത് എന്താ? M. മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടി സംരക്ഷിക്കുമെന്ന രീതിയിലല്ലേ അദ്ദേഹം പരോക്ഷമായി സംസാരിച്ചത്? എന്ന് പറഞ്ഞാൽ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു, CPM പാർട്ടി ഈ സാമൂഹ്യ വിരുദ്ധനെ സംരക്ഷിക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു, ഇവിടെ ആദരണീയനായ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ കൊല്ലത്തെ തിരുവോരങ്ങളിലൂടെ ശ്രീ മുകേഷ് അങ്ങനെ സ്വതന്ത്രമായി അങ്ങനെ സഞ്ചരിക്കാമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റി. RYF സമരസംഘടനാ രംഗത്ത് പറഞ്ഞത് മാത്രം ചെയ്യുകയും ചെയ്യുന്നത് മാത്രം പറയുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ശ്രീ M. മുകേഷ്, നിങ്ങൾ കൊല്ലത്തിന്റെ തെരുവോരങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി. കൊല്ലത്തെ RYF പ്രവർത്തകർ എന്ത് വില കൊടുത്തും നിങ്ങളുടെ സഞ്ചാരത്തെ ഞങ്ങൾ ഖനിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഇവരെ ഞങ്ങൾക്ക് പറയാനുള്ള ആഭ്യന്തര വകുപ്പ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന നാൾ മുതൽ തങ്ങളുടെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ ആഭ്യന്തര വകുപ്പും CPM-ഉം ഇടതുപക്ഷവും. CPI-യുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായല്ലോ സഖാവ് ബിനോയ് വിശ്വം. അന്തസ്സുള്ള നട്ടലുള്ള ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞു. ശ്രീമതി വൃന്ദ കാരാട്ട് അന്തസ്സുള്ള ഒരു തീരുമാനം പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. CPM-ലും വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അത്തരം ആളുകളുടെ സന്ദേശങ്ങളൊക്കെ തന്നെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ RYF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ കസ്റ്റഡിയിലാണ്. ഞങ്ങൾക്ക് ACP-യോട് സൂചിപ്പിക്കുവാനുള്ളത്, DYSP-യോട് സൂചിപ്പിക്കുവാനുള്ളത്, വിഷ്ണു മോഹനെ വിട്ടുതന്ന് ഈ സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു പോകും എന്ന് ആരും കരുതണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. RYF-ന്റെ രാജിവെക്കുന്നത് വരെ RYF സമരരംഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീ മുകേഷിനെതിരായി ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ FIR ഇട്ട് കേസെടുത്ത് റിമാൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RYF-ന്റെ ഒട്ടനവധി നേതാക്കൾ സംസാരിക്കാനുള്ള ഒരു പ്രതിഷേധ സമരം എന്ന നിലയിൽ